ഗജി സിൽക്ക് ഫാബ്രിക്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലാസി ആയിട്ടുള്ള സെറ്റാണെന്ന് കാണുന്നത്. 2 കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡ് വരുന്നത് ലാവൻഡർ കളറിലാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് സ്കൈ ബ്ലൂ. രണ്ടും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഒറ്റ ടോണിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്, ടോപ്പും ബോട്ടും. അത് നമുക്ക് ടോപ്പിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സ്ലിറ്റഡ് മോഡലിലായിട്ടുള്ള കുർത്തിയാണ്, വിത്ത് ലൈനിങ് ആണ് ഇത് വരുന്നത്. ലൈനിങ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ് ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്ക് വരുമ്പോൾ ഓവർലാപ്പ് വി നെക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ്. അതിൽ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ മിറർ വർക്കും ചെറിയ പേഴ്സും സീക്വൻസും ഒക്കെ ഇട്ടിട്ടാണ് ഹാൻഡ് വർക്ക് വരുന്നത്. അതിങ്ങനെ ചുറ്റും ആ കോളർ പോലെ ബാക്കിലോട്ടുമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് താഴെ ഹെം ലൈൻ വരെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോഡി മാത്രമാണ്, സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ്. സ്ലീവിൻ്റെ എൻഡിലോട്ട് ഇങ്ങനെ പാറ്റേൺ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പോൾ ടോപ്പിൻ്റെ ഒരു ഓവറോൾ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ള ഗജി സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഈ ടോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തതിൻ്റെ ബോട്ടം ആണ്. ബോട്ടം ഫ്രണ്ടിൽ ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും 2 സൈഡിലും പോക്കറ്റും വരുന്നുണ്ട്. ഇത് വന്നിട്ടുള്ള ഷാൻഡൂൺ മെറ്റീരിയലിലാണ്. പിന്നെ ഇതൊരു സ്ട്രെയിറ്റ് കട്ട് പാറ്റേണിലുള്ള ബോട്ടം ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിനൊരു പാറ്റേൺ കൊടുത്തിരിക്കുന്ന ഏറ്റവും എൻഡിലായിട്ട് ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് അവിടെ ടാസിൽ കൊടുത്തിട്ടുണ്ട് ഒരു പേളുമായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇത് താല്പര്യമില്ലെങ്കിൽ നമുക്കിത് അഴിച്ചു കളയാം കേട്ടോ, അങ്ങനെ കുഴപ്പമില്ല അത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ. അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ചിനോൺ ഫാബ്രിക്കിൽ, ചിനോൺ ഷിഫോൺ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് എൻ്റെ ദുപ്പട്ട ഡിസൈൻ ചെയ്ത് വന്നിട്ടുള്ളത്. പ്യുവർ ഫാബ്രിക്കാണ്. നമ്മൾ ഇപ്പോൾ കണ്ട ഈ സെറ്റിലെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇതിലോട്ട് ആ ഒരു ഗ്രേഡിങ് പാറ്റേൺ പോലെ ഡൈയിങ് വന്നിട്ടുള്ളതാണ്. ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നിട്ട് സ്ലാൻഡിങ് ആയിട്ട് പല ഈ സ്കൈ ബ്ലൂവിൻ്റെ തന്നെ ഷെയ്ഡിലുള്ള പല ഷെയ്ഡ്സ്, പല ടോണിലാണ് ഇത് ഡൈ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ റൗണ്ട് ഈ ഒരു പാറ്റേണിൽ സ്കാലപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട് സെൽഫായിട്ട് തന്നെ. ബാക്കിൽ അത്യാവശ്യം ഒരു കട്ടി വരുന്ന പോലെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ദുപ്പട്ട. നല്ല ഭംഗിയായിട്ടുണ്ട് ദുപ്പട്ട കാണാനും. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ കളർ ടോണിലോട്ടാണ്. സെയിം പാറ്റേൺ തന്നെ ദുപ്പട്ട അതുപോലെ തന്നെ ചിനോൺ ഫാബ്രിക്കിൽ നല്ല ഫ്ലോയി ആണ്, നല്ല ക്ലാസി ആയിട്ടുള്ള സെറ്റാണ്. ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക, ഇല്ല വാട്സപ്പ് നമ്പർ ത്രൂ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.